2-ാം തീയതി വരെ സൂര്യൻ എന്ത് മീനം രാശിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണം. അതിനായി സൂര്യൻ മീനം രാശിയിലൂടെ ഒരു ദിവസം സഞ്ചരിക്കുന്നതായ 8.6 വിനാഴികയെ 22 എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം. ഇവിടെ പലർക്കും ഒരു സംശയം ഉണ്ടാകാം, ഈ 22 ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത്. നമുക്കിവിടെ വേണ്ടത് 23-ാം തീയതിയിലെ ഉദയാസ്തരമാണ്. 23-ാം തീയതിയിലെ ഉദയാസ്തരമായതുകൊണ്ട് അതിന് തൊട്ട് തലേ ദിവസം വരെ എത്ര സഞ്ചരിച്ചു എന്ന് കണ്ടെത്താൻ നമ്മൾ ആ തൊട്ട് തലേ ദിവസത്തെ സംഖ്യ എടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ 22 എടുത്തത്. ഇനി മീനമാസം 10-ാം തീയതിക്കാണ് സഞ്ചരിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മൾ 9-ാം തീയതി വരെ സൂര്യൻ സഞ്ചരിച്ചു എന്ന് കണ്ടെത്തണം. അപ്പോൾ ആ ഒരു സംഖ്യയാണ് ഇവിടെ നമ്മൾ 22 എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വേണ്ടത് 23 മുതൽ ബാക്കി എത്ര സഞ്ചരിക്കാൻ കിടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പിടികിട്ടിയും 23-ാം തീയതിയിലെ രാശി പ്രമാണം അറിയുന്നതിന് മീനം രാശിയിൽ ഒരു ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നതായ ആ ഒരു ദൈർഘ്യം അല്ലെങ്കിൽ 8.6 വിനാഴിക എന്നതിനെ നമ്മൾ 22 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ നമുക്ക് 189.2 വിനാഴിക എന്ന് ലഭിക്കും. അതായത് മീനം 22-ാം തീയതി വരെ 189.2 വിനാഴിക രവി സഞ്ചരിച്ചു. സൂര്യൻ തൊട്ട് തലേ ദിവസം വരെ സഞ്ചരിച്ച് കഴിഞ്ഞതായ ഈ ഒരു വിനാഴികയെ നമ്മുടെ രാശി പ്രമാണ വിനാഴികയിൽ നിന്ന് കുറച്ചു കഴിയുമ്പോൾ നമുക്ക് ഉദയാസ്തരം ലഭിക്കും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ മീനം രാശിയുടെ രാശി പ്രമാണം എന്നത് 258 വിനാഴികയാണ്. അതിൽ നിന്നും രവി ഇതുവരെ സഞ്ചരിച്ചതായ 189.2 വിനാഴിക കുറച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന 68.8 വിനാഴിക മാത്രമേ ഇനി രവി മീനം രാശിയിലൂടെ സഞ്ചരിക്കാൻ ഉള്ളൂ. അഥവാ മീനമാസം 23-ാം തീയതിയുടെ ഉദയാസ്തരം എന്ന് പറയുന്നത് 68.8 വിനാഴികയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 68.8 വിനാഴിക എന്നത് എത്ര മിനിറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കണം. ഒരു വിനാഴിക എന്ന് പറയുന്നത് 24 68.8 വിനാഴികയെ 24 സെക്കൻഡ് കൊണ്ട് ഗുണിക്കുമ്പോൾ 1651.2 സെക്കൻഡ് എന്ന് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 1651.2 സെക്കൻഡ് എന്നുള്ളത് എത്ര മിനിറ്റ് ആണ് എന്നുള്ളത്. 1651.2 സെക്കൻഡ് എത്ര ഇവിടെ നമുക്ക് മീനമാസം 23-ാം തീയതി ഉദയാസ്തരം മീനം ലഗ്നം 27 മിനിറ്റും നമുക്ക് 27 മിനിറ്റും 52 സെക്കൻഡും കൂട്ടി നോക്കാം. 6 മണി 17 മിനിറ്റിനൊപ്പം 27 മിനിറ്റ് 52 സെക്കൻഡ് കൂട്ടുമ്പോൾ 6 മണി 44 മിനിറ്റ് 52 സെക്കൻഡ്. ഈ 52 സെക്കൻഡിന് നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു മിനിറ്റ് ആക്കാം. അങ്ങനെ വരുമ്പോൾ 6:45 എന്ന് കിട്ടും. അതായത് ഉദയശേഷം 6:45 വരെ അഥവാ ആ മേടം ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ലഗ്നം മേടത്തിൽ അടയാളപ്പെടുത്തണം. മേടത്തിന്റെ രാശി പ്രമാണം
വിനാഴിക സഞ്ചരിക്കും. അതായത് ഏകദേശം 6624 സെക്കൻഡ്. ഈ 6624 സെക്കൻഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വിനാഴിക എന്നത് 24 സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ 276 വിനാഴിക എത്ര സെക്കൻഡ് ആണ് എന്നറിയാൻ 24 കൊണ്ട് മുറിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ലഭിച്ചതാണ് 6624 സെക്കൻഡ് എന്നുള്ളത്. ഈ 6624 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ് എന്ന് അറിയാൻ ഇതിനെ 60 കൊണ്ട് ഭാഗിച്ചു നോക്കാം. അങ്ങനെ ഭാഗിക്കുമ്പോൾ 110.4 മിനിറ്റ് എന്ന് ലഭിക്കും. നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു മണി. 110.4 മിനിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു മണിക്കൂർ 50 മിനിറ്റ്. നമുക്കറിയാം 6:45 മുതൽക്കാണ് മേടം ലഗ്നം ഉദയം ചെയ്തത്. മേടത്തിന്റെ രാശിപ്രമാണം 276 വിനാഴികയാണ്. അതായത് ഏകദേശം ഒരു മണിക്കൂർ 50 മിനിറ്റ്. ഈ ഒരു മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ 6:45 ചേർക്കുമ്പോൾ 8:35 എന്ന് ലഭിക്കും. അതായത് 6:45 ആരംഭിച്ച മേടലഗ്നം ഒരു മണിക്കൂർ 50 മിനിറ്റ് ലക്ഷ്യത്തിൽ ഏകദേശം 8:35 വരെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇടവം ലഗ്നം ആരംഭിക്കും. ഇടവ ലഗ്നം എത്ര സമയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഇടവത്തിന് നേരെയുള്ള രാശിപ്രമാണം എടുത്ത് നമ്മൾ ഈ ചെയ്തതുപോലെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ ഇടവം ലഗ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ച് കൃത്യമായ ലഗ്നവും കണക്ക് കൂട്ടാം. ഒരു പക്ഷേ ഉച്ച കഴിഞ്ഞ് 2-3 മണിക്കാണ് ജനിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ലഗ്നം കാണേണ്ടത് എങ്കിൽ, ഇതുപോലെ രാശിപ്രമാണം കൂട്ടി ഏത് സമയത്താണോ ജനിക്കുന്നത് ആ സമയം വരുന്ന രാശിപ്രമാണം ഏതാണോ ആ രാശിയായിരിക്കും ഇതിന്റെ ലഗ്നം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2021 ഏപ്രിൽ 6 അഥവാ മീനമാസം 23-ാം തീയതി പുലർച്ചെ 7 മണിക്ക് ജനിച്ച കുഞ്ഞിന്റെ ലഗ്നം മേടമാണോ എന്ന് നമുക്ക് ഓൺലൈനായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് മേടം രാശിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ശരിയായല്ലേ. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നോക്കാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു 6:45 വരെ അന്ന് മീനം ലഗ്നമായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് 6:45 ജനിച്ച അല്ലെങ്കിൽ 6:45 എന്ന സമയത്തെ ലഗ്നം ഏതാണ് എന്ന് ഒന്ന് എടുത്തു നോക്കാം. ഇത് കണ്ടില്ലേ, 2021 ഏപ്രിൽ 6 നമ്മൾ പുലർച്ചെ 6:45 ആ ഒരു സമയത്തെ ലഗ്നം എടുത്തപ്പോൾ മീന ലഗ്നമാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 6:45 ശേഷം, അതായത് 6:46 മുതൽ മേടം ലഗ്നം ഉദയം ചെയ്തത്. അങ്ങനെയെങ്കിൽ നമുക്ക് 6:47 ഇതേപോലെ ഒരു ഗ്രഹനില എടുത്ത് നോക്കിയാൽ ലഗ്നം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞിരുന്നു മേട ലഗ്നത്തിലേക്ക് കടന്നത് 6:45 പക്ഷെ ഇവിടെ നമ്മൾ 6:47 എടുത്ത് നോക്കിയപ്പോഴും ലഗ്നം ഇപ്പോഴും നിൽക്കുന്നത് മീനം രാശിയിൽ തന്നെയാണ്. എന്നാൽ 6:48 ലഗ്നം നിൽക്കുന്നത് മേടം രാശിയിൽ. അതായത് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ ആദ്യം 6:45 ശേഷം മേടം രാശിയിലേക്ക് ലഗ്നം കടന്നു എന്ന് നമ്മൾ രാശിപ്രമാണം നമ്മളുടെ കൈവശം ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ലഗ്നം ചിന്തിക്കുമ്പോൾ സൂക്ഷ്മമായി കൃത്യമായി ലഭിക്കുന്നതിന് സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ദയവായി